ഹായ്, ഇക്കൊല്ലത്തെ റംസാൻ മാസം ഇതാ ആരംഭിക്കാൻ പോവുകയാണല്ലോ. നിങ്ങൾ ഓരോരുത്തരും മാനസികമായും ശാരീരികമായും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ റംസാൻ കാലത്ത് നമ്മൾ ശരീരത്തെ എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഞാനിതവിടെ പറയാം. അതായത് നമ്മൾ മാക്സിമം ജലം നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ അത്താഴ സമയത്ത് ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിർജ്ജലീകരണം തടയാനായിട്ട് കഫീൻ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും മാക്സിമം കുടിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. കഫീൻ കണ്ടന്റുകൾ കുറയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കഴിക്കുമ്പോൾ ഈ പൊരിക്കടികൾ ധാരാളം കഴിക്കുന്നത് ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഇത്തരത്തിൽ ഡീപ്പ് ഫ്രൈഡ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം ധാരാളം കുടിക്കുന്നത് ശരീരത്തെ കൂടുതൽ നിർജ്ജലീകരണത്തിലേക്ക് വഴിതെളിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് തവിട് കളയാത്ത അരി, ഗോതമ്പ്, ബാർലി, ഓട്സ് തുടങ്ങിയവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നതിനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഫൈബർ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താൻ, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ തുടങ്ങിയവയെല്ലാം ധാരാളമായി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഷുഗർ കണ്ടന്റ് ഇൻക്രീസഡ് ആയിട്ടുള്ള ധാരാളമായി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ ജങ്ക് ഫുഡ്സ് ആണെങ്കിലും എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്നൊരു ഊർജ്ജം നൽകുന്നുണ്ടെങ്കിൽ പോലും അത് പിന്നീട് ശരീരത്തെ ഒരു നിർജ്ജലീകരണത്തിലോട്ടാണ് എത്തിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിത്യേന മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ അവർ ഈ മരുന്നുകൾ സ്കിപ്പ് ചെയ്യുകയല്ല ഈ റംസാൻ കാലത്ത് വേണ്ടത്. എന്നാൽ ഈ ഇഫ്താർ കഴിഞ്ഞതിന് ശേഷം അത്താഴത്തിന് മുമ്പായിട്ട് വരുന്ന സമയങ്ങളിൽ ഇതിനെ ഒരു ക്രമമായി വെച്ച് അതിന്റെ കൃത്യമായ ഡോസിൽ തന്നെ നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജിമ്മിൽ ദിവസവും പോയി ശരീരം നോക്കുന്നവരാണെങ്കിൽ അവർ ഈ ബോഡി മസിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് ബോഡി ഈ മസിൽ കൂട്ടുന്നതിനെ കുറിച്ചല്ല, പക്ഷെ ഉണ്ടായിട്ടുള്ളതിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതായത് ഇഫ്താറിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അത്താഴത്തിന് തൊട്ട് മുൻപായും നമുക്ക് ഈ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന് ധാരാളം ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റംസാൻ മാസം ആശംസിക്കുന്നു.